ET മലയാളത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇന്ത്യയിലെ സാധാരണക്കാരും ശമ്പളക്കാരായ ജീവനക്കാരും വലിയ പ്രതീക്ഷയിലാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ ബജറ്റിൽ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓഹരി വിപണിയിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നികുതി കുറയ്ക്കലാണ് ഇതിൽ പ്രധാനം. നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് കുറയ്ക്കണമെന്ന് തന്നെയാണ്. നിലവിൽ ഓഹരികൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വലിയൊരു തുക STT ആയി നൽകേണ്ടി വരുന്നുണ്ട്. ഇത് കുറയ്ക്കുന്നത് ട്രേഡിംഗ് ചെലവ് കുറയ്ക്കാനും വിപണിയിൽ കൂടുതൽ പണം എത്താനും സഹായിക്കും. അതുപോലെ തന്നെ ദീർഘകാല നിക്ഷേപകർക്ക് ആശ്വാസമായി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നികുതി ഇപ്പോൾ നിലവിലുള്ള 12.5% നിന്നും 10% തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യമുണ്ട്. മറ്റൊരു പ്രധാന പോയിന്റ് ടാക്സ് പാരിറ്റിയാണ്. അതായത് പല സാമ്പത്തിക ആസ്തികൾക്കും പല രീതിയിലുള്ള നികുതിയാണ് ഇപ്പോൾ ഈടാക്കുന്നത്. ഇത് ലളിതമാക്കി എല്ലാ നിക്ഷേപകർക്കും ഏകീകൃതമായ നികുതി ഘടന കൊണ്ടുവരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളിലെ ലാഭത്തിലുള്ള നികുതി ഇളവ് പരിധി 1.25 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും നിക്ഷേപകർ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാൽ അത് ഓഹരി വിപണിയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. സെക്ഷൻ 112A പ്രകാരമുള്ള LTCT നികുതി ഇളവ് 1.25 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി ഉയർത്തുക, ഡെപ്റ്റ് ഫണ്ടുകൾ, ഗോൾഡ് ഫണ്ടുകൾ, ഓഹരികൾ എന്നിവയുടെ നികുതി രീതികൾ ലളിതമാക്കുകയും ഏകീകരിക്കുകയും ചെയ്യുക എന്നിവയ്ക്കാണ് മറ്റ് ആവശ്യങ്ങൾ. STT കുറയ്ക്കുന്നത് വഴി കൂടുതൽ വിദേശ നിക്ഷേപം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. വിവിധ ആസ്തികളുടെ ദീർഘകാല നിക്ഷേപ കാലാവധി ഏകീകരിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. ഒരേ ഫണ്ടിലെ വിവിധ പ്ലാനുകൾക്കിടയിൽ മാറ്റം വരുത്തുമ്പോൾ നികുതി ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡ് മേലുള്ള നികുതി ഭാരം കുറയ്ക്കണമെന്ന ആവശ്യവും നിക്ഷേപകർക്കുണ്ട്. കൂടാതെ കമ്പനികൾ ഓഹരികൾ തിരികെ വാങ്ങുമ്പോൾ നിക്ഷേപകർക്ക് ലഭിക്കുന്ന തുകയുടെ നികുതി നിയമങ്ങൾ ലളിതമാക്കുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് നികുതിയിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും വർധനവ് ഉണ്ടാകരുത് മുതലായവയൊക്കെയാണ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഇനി സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ ലൈഫ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് നികുതി ഇളവുകൾ നൽകുകയോ കൂടുതൽ ഡിഡക്ഷനുകൾ അനുവദിക്കുകയോ ചെയ്യും എന്നാണ് ആവശ്യം. ഇത് കൂടുതൽ കുടുംബങ്ങളെ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കാൻ പ്രേരിപ്പിക്കും. ഭവന വായ്പയുടെ മുതലിന് പ്രത്യേക ഇളവും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഭവന വായ്പയുടെ അസൽ തുക തിരിച്ചടയ്ക്കുന്നത് സെക്ഷൻ 80C-യുടെ 1.5 ലക്ഷം പരിധിക്കുള്ളിലാണ് വരുന്നത്. ഇത് 80C-യിൽ നിന്ന് മാറ്റി പ്രത്യേകമായി ഇളവ് നൽകണമെന്നാണ് ആവശ്യം. താങ്ങാനാവുന്ന വീടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭവന വായ്പാ പലിശന്മേലുള്ള നികുതി ഇളവ് നിലവിലെ 2 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയാക്കി ഉയർത്താൻ റിയൽ എസ്റ്റേറ്റ് സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ നികുതി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആവശ്യമുണ്ട്. സർക്കാർ ഗ്യാരണ്ടി ഉള്ളതും നികുതി ലാഭിക്കാൻ സഹായിക്കുന്നതുമായ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പുനരാരംഭിക്കണമെന്ന് സ്വർണ്ണ നിക്ഷേപകർ ആഗ്രഹിക്കുന്നു. മെട്രോ നഗരങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലും വീട്ടുവാടക കുത്തനെ കൂടിയ സാഹചര്യത്തിൽ HR ഇളവ് നൽകുന്ന രീതി കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ആദായ നികുതി റീഫണ്ടുകൾ ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ കൂടുതൽ സുതാര്യമായ സംവിധാനം വേണമെന്നാണ് നികുതിദായകർ ആവശ്യപ്പെടുന്നത്. റീഫണ്ട് വൈകിയാൽ കൃത്യമായ പലിശ നൽകണമെന്നും ആവശ്യമുണ്ട്. വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന സെക്ഷൻ 80C നിക്ഷേപ പരിധി 1.5 ലക്ഷം രൂപയിൽ നിന്ന് 3.5 ലക്ഷം രൂപയായി ഉയർത്തണമെന്നാണ് ഏറ്റവും വലിയ ആവശ്യം. ഉയർന്ന ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ ഇത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. നാളെ ബജറ്റിൽ സർക്കാർ എന്തെങ്കിലും സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടോ അതോ പ്രതീക്ഷയിൽ മങ്ങലേൽപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം.